ജെസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഫുള്ളി ഓട്ടോമാറ്റിക് ഹൈഡ്രോഫോണിക് ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്ടൗൺ അർബൻ ഫാംസ് നടത്തുന്ന തൻവീറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ് തൻവീർ. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഈ ഫാമൊക്കെ തൻവീർ തന്നെയാണോ നടത്തുന്നത്? അതെ, നമ്മൾ അപ്ടൗൺ അർബൻ ഫാംസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പം ഞാനാണത് തുടങ്ങിയത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനോടാണ് തുടങ്ങിയത്. 2019 തുടങ്ങിയതാണ്. 2019. അപ്പം അതിനുശേഷം നമ്മൾ അത് ഒരു ചെറിയ ഫാമിൽ നിന്ന് തുടങ്ങി. ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള കുഞ്ഞു ഫാം നമ്മൾ ആദ്യം ഒന്ന് ചെയ്തു. 1500 സ്ക്വയർ ഫീറ്റ്. അതിൽ നിന്നാണ് ഇത്രയും വിപുലപ്പെടുത്തി. അതെ. തൻവീര, ഈ വിത്ത് മുളപ്പിക്കാൻ വെച്ചിരിക്കുകയാണല്ലേ? ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് നേരത്തെ ടേബിളിൽ കണ്ട പോലത്തുള്ള ചെടികൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ തന്നെയാണ് മുളപ്പിച്ചെടുക്കുന്നത്. നമ്മൾ വിത്ത് വാങ്ങി ഇതുപോലത്തുള്ള ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള നമ്മളിവിടെ ചെയ്യുന്ന ഒരുപാട് മെത്തേഡ് ഉണ്ട് വിത്ത് മുളപ്പിക്കാൻ വേണ്ടി. അപ്പം അതിൽ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് തോന്നിയ ഒരു മെത്തേഡാണ് ഇതുപോലത്തെ കംപ്രസ്ഡ് ആയിട്ടുള്ള കൊക്കോപീറ്റ് കോയിൻസ് വാങ്ങി ഇത് വെള്ളത്തിടുമ്പോഴത്തേക്ക് ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ വീർത്ത് വരും. ചെറിയ കൊക്കോപീറ്റ് കോയിൻസ് ഈ സൈസിലുള്ള കോയിൻസ് കിട്ടും. അത് കംപ്രസ്ഡ് ആയിരിക്കും. ഇത് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് ഇത് വീർത്ത് വരും. അതിനകത്ത് നമ്മൾ വിത്ത് ഇട്ടിട്ട് ഒരു 2 ദിവസം അടച്ച് വെക്കുന്ന കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ മുള പൊട്ടി വരും. അത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇവിടെ നിന്ന് അത്യാവശ്യം അതിനുള്ള ചെറിയ വളവും വെള്ളവും ഒക്കെ സ്പ്രേ ചെയ്തൊക്കെ കൊടുത്ത് വളർന്ന് ഒരു ഘട്ടമായി ഇതിന്റെ ഈ കവർ പൊട്ടിച്ച് ഇതിന്റെ വേര് താഴോട്ട് വരും. ഇപ്പൊ തന്നെ 1-2 വേര് പതുക്കെ വന്ന് തുടങ്ങി. അപ്പൊ ആ വേര് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, വേര് വന്ന് നല്ല രീതിയിൽ ഇപ്പൊ ഇതിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വേര് വന്ന് തുടങ്ങാറായി കാണും. ഇതൊക്കെ ആയിട്ടില്ല, പതുക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ വരുന്നത്, ഞാൻ ആ സൈഡിൽ അപ്പുറത്തൊക്കെ വേര് വന്നതാണ്. വേര് വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ വേര് വന്നാൽ മാത്രമേ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ വെക്കാൻ പറ്റുള്ളൂ. വേരായതിനെയാണ് നമ്മളെടുത്ത് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലോട്ട് മാറ്റി വെക്കുന്നത്. ഇതപ്പോൾ വേര് വന്നല്ലേ? ഇതുപോലെ ഈ വെള്ള വേര് കവറിന് പുറത്തോട്ട് വരുമ്പം ഇതൊരു നൂല് പോലെ ഇങ്ങനെ വേര് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് കൊണ്ട് വെക്കാം. അപ്പം ഈ വേരിൽ പൈപ്പിൽ വെക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൽ തട്ടുമല്ലോ വേര് വന്ന് വെള്ളത്തിൽ. അപ്പൊ ആ വെള്ളത്തിൽ തട്ടുന്ന വേരിൽ കൂടെയാണ് ന്യൂട്രിയൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ്. നഴ്സറിയിൽ നിന്ന് വേര് വന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ കപ്പിൽ കൊണ്ടുവന്ന് ഈ ഇതോടെ അകത്ത് വെച്ച് നമ്മൾ പൈപ്പിലുകൾ വെക്കണം. അതായത് നഴ്സറിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ഈ കപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതിനകത്ത് ഇമ്മേഴ്സ് ചെയ്യുന്നു. ഇത്രയല്ലേ ഉള്ളൂ? ഇതാണ് അടുത്ത ഘട്ടം. അപ്പൊ ഇവിടെ നിന്നാണ് ബാക്കി ഇത് മൊത്തം വളർന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം വരെ ഇവിടെ നിന്ന് വളർന്നു. അപ്പൊ അതിന് ആ സമയത്ത് നമുക്ക് ഓരോ ഘട്ടത്തിലും വേണ്ട ന്യൂട്രിയൻസും വളങ്ങളും വെള്ളത്തിലൂടെ കൊടുക്കുക എന്നുള്ളത് മാത്രം.
ഇതിന്റെ സെയിൽ എങ്ങനെ തന്നെ? നമ്മളിവിടുന്ന് കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട്, ഹോട്ടലുകൾ, ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സിനൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡെയിലി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി ഹാർവെസ്റ്റ് ചെയ്ത് ഡെയിലി കൊണ്ട് സപ്ലൈ ചെയ്യാം, ഫ്രഷ് ആയിട്ട്. നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടെന്ന് പറഞ്ഞു, ഹൈ ലീഫ് എന്ന് പറഞ്ഞ പേരിൽ പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കും. അല്ലാതെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് വീടുകളിലും അത് തന്നെ ഹൈ ലീഫിന്റെ പാക്കിൽ തന്നെ പാക്കായിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മൈക്രോ ഗ്രീൻസും വെജിറ്റബിൾസും എല്ലാം ഒരു അസോർട്ടഡ് ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം ചേർന്ന് ഡെയിലി നമ്മുടെ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊറിയർ ആയിട്ട് ചെയ്യും. നമുക്ക് ഒരിക്കലും വെജിറ്റബിൾ ക്വാളിറ്റി കിട്ടില്ല. നമുക്ക് എവിടെ വേണം അയച്ചു, നമുക്ക് കറക്റ്റ് ക്വാളിറ്റിയിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഡെലിവറി ഉണ്ട്. വീടുകളിൽ പറഞ്ഞ വീടുകളിൽ കൊടുക്കും. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ തൻവീർ, ഒരു മറൈൻ എഞ്ചിനീയർ കൃഷിയിലേക്ക് തിരിഞ്ഞു, മാസം എന്തോ ഏൺ ചെയ്യാൻ പറ്റുന്നു? സത്യസന്ധമായിട്ട് പറഞ്ഞാല് നമ്മളെ പോലുള്ള കർഷകർ ഇതിലോട്ട് വരണം. ഒരു തെറ്റില്ലാത്ത വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കാരണം നമുക്ക് ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ല അപേക്ഷിച്ച് നമ്മൾ അത്രയും എഫേർട്ട് എടുക്കണം എന്നുള്ളത്. നമുക്ക് ഫുൾ ടൈം എൻഗേജ്ഡ് ആകുമ്പോൾ അതിൽ ആ ഒരു ചെടി വളർത്തുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്, നമുക്ക് മാനസികമായുള്ള ആ ഒരു സന്തോഷവും. നമുക്ക് ഒരു വൈറ്റ് കോളർ ജോബിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതുപോലെയോ അതിന് മുകളിലോ നമുക്ക് സമ്പാദിക്കാനുള്ള ഓപ്ഷൻസ് കൃഷിയിലൂടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. 2 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം എൻ്റെ ഇപ്പോൾ ഒരു ഫാം നടത്തുന്നതുകൊണ്ട് 2 ലക്ഷം രൂപ, ഇപ്പോൾ 3 ലക്ഷം, നമ്മൾ എങ്ങനെ അതിനെ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയും കാണുന്ന പോലെ ഒരു സാധനം കൃഷി ചെയ്തു, ഒരു പഴം നമ്മൾ അല്ലെങ്കിൽ വാഴ വെച്ചു, ആ വാഴയിൽ നിന്നൊരു കായ ഉണ്ടാക്കി വിൽക്കുന്നതിന് ഒരു പൈസ കിട്ടും. ആ വാഴ ആ കായ വെട്ടി അത് ചിപ്സ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൈസ കിട്ടും. അപ്പം അത് എങ്ങനെ നമ്മൾ അതിനെ കാണുന്നു, എങ്ങനെ അത് വിൽക്കാൻ പറ്റുന്നു എന്നുള്ള കുറെ പേഴ്സ്പെക്റ്റീവ്. അപ്പൊ അവിടെ നിന്ന് 50,000 രൂപ ഉണ്ടാക്കാം, അതിന് 2 ലക്ഷം രൂപ ഉണ്ടാക്കാം. നമ്മുടെ രീതികളും ചിന്തകളും രീതികളുമാണ്. അപ്പോൾ സംതൃപ്തനാണ് തന്നെ ഉറപ്പായിട്ടും. നമ്മളിങ്ങനെ പതുക്കെ ഒരു ഫാമിൻ്റെ ഒരു നെറ്റ്വർക്ക് തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലോട്ട് നമ്മൾ ഫാമുകൾ കൊണ്ടുവരും, എല്ലാ ജില്ലകളിലും. അപ്പം കൊച്ചിയിലൊരു ഫാം ഉണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്നായിരിക്കും കൊച്ചിയിലെ സപ്ലൈ വരുന്നത്. അപ്പം കൂടുതലും ഇത് ഡെവലപ്പ് ചെയ്യാനാണോ പ്ലാൻ? നമ്മൾ മാക്സിമം കേരളവും ഇപ്പം സൗത്ത് ഇന്ത്യയിലോട്ട് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പം ഓൾറെഡി 8-9 ഫാംസ് ഉണ്ട് ഉണ്ട്. അപ്പം പലയിടത്തും പല പല വെറൈറ്റി ചെടികളാണ് വളർത്തുന്നത്. അപ്പം ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ആൾക്കാർ നമുക്ക് ഫാം ഇടാൻ വരും. ഇനി ഇതിനോട് ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ് വെച്ചാൽ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇനിഷ്യൽ കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്. കാരണം നമുക്ക് ഇത്ര ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൽ നിന്ന് നമുക്ക് ഇത് എത്ര വർഷം വരെ നമുക്ക് കീപ്പ് ചെയ്യാം? ഈ പൈപ്പും സിസ്റ്റവും ഫാമൊക്കെ നമുക്കൊരു 7-8 വർഷം സുഖമായിട്ട് നിൽക്കും. പ്രോപ്പർ ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. ആഫ്റ്റർ എവറി ഹാർവെസ്റ്റ് നമ്മൾ ചെടികളൊക്കെ പൈപ്പുകൾ ക്ലീൻ ചെയ്യണം. പിന്നെ ചെറിയ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ നല്ലപോലെ നമ്മൾ ആൾക്കാരൊക്കെ എഴുമ്പോഴും എന്തായാലും കുറച്ചൊക്കെ അസുഖങ്ങൾ വരാം. അതിന് ഒരുപാട് അസുഖങ്ങൾ. പക്ഷെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, മരുന്നടിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള നീം ഓയിലും ഈ ഒന്നും വരാതിരിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ തറയിലും ചെടികളിലൊക്കെ അടിക്കാനൊക്കെ ചെയ്യാം. ഇത് ഏത് വിഭാഗത്തിലുള്ളതാണ്? ഇതെല്ലാം അത് ഇപ്പം നോക്കിയിരിക്കുന്നത് കെയിലാണ്. അപ്പോൾ കെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റീസും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഒരു വെറൈറ്റി ചെടിയാണ്. അപ്പോൾ ഇതും നമ്മുടെ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു 10 മിക്ക മേജർ സൂപ്പർ മാർക്കറ്റുകളിലും ചെറിയ ലുലു മോളിലും ഹൈ ലീഫ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. കുന്നില്, സുപ്രീം, എല്ലാ മിക്ക സൂപ്പർ മാർക്കറ്റുകളും നമ്മൾ എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കണം. നമ്മുടെ പ്രോഡക്റ്റ്സ് ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ലിമിറ്റഡ് എമൗണ്ട് പ്രൈസ് നമ്മൾ 2020 തുടങ്ങി അതേ വിലക്കാണ് ഇന്നും കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫാമേഴ്സിന് നമുക്ക് നഷ്ടമില്ലല്ലോ, നഷ്ടമില്ലാതെ തന്നെ ഫാമറിനും നമ്മളിപ്പോൾ ഒരാളുടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അന്നും എന്ത് കൊടുക്കുന്നു ഇന്നും നമ്മൾ മാർക്കറ്റിന് ഒരു ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ ഒന്നും നോക്കാതെ തന്നെ വൃത്തിയായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എവിടെ പോയാലും ഹൈ ലീഫിന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. എല്ലായിടത്തും നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും തന്നെ. തൻവീറെ, ഈ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ വെള്ളത്തിൻ്റെ യൂസേജ് വളരെ കൂടുതലെന്നൊക്കെയാണ് പൊതുവേ ഉള്ളൊരു ധാരണ. ഇത് റീസൈക്ലിംഗ് നടക്കുകയല്ലേ ചെയ്യുന്നത്? നമുക്ക് ആക്ച്വലി ഹൈഡ്രോപോണിക്സിൽ നമ്മുടെ നോർമൽ ഫാമിംഗ് വെച്ച് നോക്കുമ്പോൾ ഒരു 80%
വെള്ളം കുറച്ച് മതി. കുറച്ച് നോർമൽ കൃഷിയേക്കായി 80% കാരണം നമ്മൾ മണ്ണിലോട്ട് നമ്മളിപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുകയാണെങ്കിൽ അതിലൊരു 80% വെള്ളവും മണ്ണിലോട്ട് ഒലിച്ചു പോവുക. ചെടികൾക്ക് അത് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല, മണ്ണിലോട്ട് അങ്ങ് പോകും. അപ്പം നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അങ്ങോട്ട് പോകുന്ന വെള്ളം അതേപോലെ തന്നെ തിരിച്ച് സർക്കുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ വെള്ളം ഒരിക്കലും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഇവിടെ ഇതാണ് ടാങ്ക് അല്ലേ? ഇവിടെ നമ്മൾ 2 ടാങ്കുകളുണ്ട്. ഓരോ ഫാമിലേക്ക് 2 ഫാമുണ്ട്. 2 ഫാമിലേക്ക് 2 ടാങ്കുകൾ. ഈ ടാങ്കിലോട്ട് നമ്മൾ ന്യൂട്രിയൻസും കാര്യങ്ങളും വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് ഇവിടുന്ന് പമ്പ് ചെയ്യും. ഓരോ പൈപ്പുകളിലും ഓരോ ടേബിളുകളിലും ഓരോ ചെടിയുടെ വേരുകളിലോട്ടും വെള്ളം ഒഴുകി അതേപോലെ തിരിച്ച് ഇതേ ടാങ്കിൽ തന്നെ തിരിച്ചു അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ ന്യൂട്രിയൻസ് കുറവാകുമ്പോൾ നമുക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ന്യൂട്രിയൻസ് ചെക്ക് ചെയ്യും. അത് നമുക്ക് ചെക്ക് ചെയ്യാനൊരു ഇതുണ്ട്. അപ്പോൾ അത്രയും നമ്പർ ഉണ്ട്, അത്രയും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി pH മെയിൻറ്റെയിൻ ചെയ്യും. pH എപ്പോഴും ഒരു 6.5 താഴെ മെയിൻറ്റെയിൻ ചെയ്യും. 6.5 താഴെയാണ് നമ്മൾ ഗ്രീൻ 5.5 മുതൽ 6.5 വരെ മെയിൻറ്റെയിൻ ചെയ്യും. ന്യൂട്രിയൻസ് നോക്കുന്നത് ഈസി അല്ലെങ്കിൽ TDS വെച്ചിട്ടാണ്. TDS നമുക്ക് ചെടിയുടെ ഓരോ വളർച്ചയുടെ ഓരോ ഫേസിലും എത്ര കൂടി വരണം. പിന്നെ ഒരു സംശയം കൂടി ചോദിച്ചു, നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ആണോ വളർച്ച? എല്ലാ ന്യൂട്രിയൻസും സെയിം ആണ്. തൻവീർ, ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സമൂഹത്തിന് ഇത്രയും വലിയ നല്ല പോഷക ഗുണമുള്ള ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൊടുക്കാൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യം. ഇത് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിൻ്റെ ഇടയ്ക്ക് മറന്നു പോകാത്തൊരു കാര്യം, ഇതിന് അവസരം തേടിയെത്തുന്നവരെ ഒരിക്കലും നിരുത്സാഹപ്പെടും. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ എല്ലാവർക്കും പറ്റുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫാമിൽ ഒരാൾക്ക് കാണണം താല്പര്യമാണ്, നമ്മൾ ആരോടും വരണ്ടെന്ന് പറയാറില്ല. അതിനുവേണ്ടി നമ്മൾ ഇപ്പം ഫാമിൽ വരുന്നതിന് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഫാം വിസിറ്റിന് വേണ്ടി നമ്മൾ പൈസയോ അങ്ങനത്തെ ഒരു ഫീസോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ വന്ന് വിളിച്ച് നമുക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് ഇതുപോലെ തന്നെ നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കാം. നമ്മൾ എപ്പോഴും ഓപ്പൺ ആണ്. ഞാനില്ലെങ്കിലും ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും. നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കും. വേണ്ട സഹായങ്ങൾ ആളുകൾക്ക് താഴ്മയിൽ നിന്നേ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം, ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, കാണാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ഒരു ആരുണ്ട്. അപ്പം വന്ന് ജസ്റ്റ് ചുമ്മാ കാണണം താല്പര്യമുള്ളവർക്കാണെങ്കിൽ കൗതുകത്തിന്റെ പുറത്താണെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മളോട് അറിയാം. അത് മതി. ആ മനസ്സിന് വളരെയധികം അഭിനന്ദനങ്ങൾ. ഇനിയും വളരെയധികം ഉയരങ്ങളിലെത്താം. ഓക്കെ ഫ്രണ്ട്സ്, ഹൈഡ്രോപോണിക്സിലൂടെ ഇലച്ചെടികൾ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അതുപോലെ മറ്റു പച്ചക്കറികളും പഴങ്ങളും എങ്ങനെ കൃഷി ചെയ്യാമെന്ന് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.